നമസ്കാരം. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടി ന്യൂയോർക്കിലെ ഫെഡറൽ ജയിലിൽ അടച്ചതിന് പിന്നാലെ ആ രാജ്യത്ത് കടുത്ത അനിശ്ചിതങ്ങളാണ് നിലനിൽക്കുന്നത്. മഡൂറോയെ പിടികൂടിയതിനപ്പുറത്തേക്ക് അമേരിക്കൻ നീക്കം ഉണ്ടാകുമോ എന്നാണ് ആശങ്ക. ഇതിനിടെ ഇടക്കാല പ്രസിഡന്റായി നിയമിക്കപ്പെട്ട ഡെൽസി റോഡ്രിഗസ് ഡൊണാൾഡ് ട്രംപിനെതിരെ രൂക്ഷമായ ഭീഷണികളുമായി രംഗത്തെത്തുകയും ചെയ്തു. മയക്കുമരുന്ന് കടത്ത് കേസിൽ കുടുക്കി മഡൂറോയും ഭാര്യയും അമേരിക്കൻ സൈന്യം പൊക്കി നേരെ ന്യൂയോർക്കിലെ കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന ജയിലിലെത്തിച്ചതിന് പിന്നാലെയാണ് വെനസ്വേലൻ സുപ്രീം കോടതി വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസിനെ രാജ്യത്തിന്റെ ഇടക്കാല പ്രസിഡന്റായി വാഴിച്ചത്. ഇതോടെ ട്രംപിന്റെ കണക്കൂട്ടലുകൾ തെറ്റുകയാണോ എന്നും സംശയങ്ങൾ ഉയരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചഡോയ്ക്ക് പകരം റോഡ്രിഗസിനെ മുൻഗണന നൽകുന്നതായി ട്രംപ് പറഞ്ഞെങ്കിലും ഈ സോഷ്യലിസ്റ്റ് റാണി ട്രംപിനോട് കടക്ക് പുറത്തെന്ന നിലപാടിലാണ്. മഡുറോയുടെ അറസ്റ്റിനെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമെന്നാണ് റോഡ്രിഗസ് വിശേഷിപ്പിച്ചത്. അമേരിക്കൻ ഭരണകൂടത്തിന് മുന്നിൽ വഴങ്ങില്ലെന്ന് പ്രഖ്യാപിച്ച് അവർ നടത്തിയ പ്രസംഗം വെനസ്വേലയെ ഇളക്കി മറിച്ചിരിക്കുകയാണ്. വെനസ്വേല ഇനി അമേരിക്ക ഭരിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ എണ്ണശേഖരമുള്ള രാജ്യം സ്വന്തം വരുതിയിലാക്കി അമേരിക്കൻ കമ്പനികളെ അവിടേക്ക് അയക്കാനാണ് ട്രംപിന്റെ പദ്ധതി. വെനസ്വേലയെ വീണ്ടും മഹത്തരമാക്കാൻ അവർ സഹായിക്കുമെന്ന് ട്രംപ് പറയുന്നുണ്ട്. എന്നാൽ ഡെൽസി റോഡ്രിഗസ് എന്ന കടുത്ത സോഷ്യലിസ്റ്റ് അതിന് കൂട്ടുനിൽക്കുമോ എന്നാണ് അറിയേണ്ടത്. ഡെൽസി റോഡ്രിഗസ് ട്രംപുമായി ഒത്തുകളിക്കുമെന്ന് കരുതുന്നില്ലെന്ന് അമേരിക്കൻ സെനറ്റിലെ പ്രമുഖർ തന്നെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. തെളിയിക്കപ്പെടുന്നതുവരെ അവരെ വിശ്വസിക്കരുതെന്നാണ് സെനറ്റ് ഇന്റലിജൻസ് കമ്മിറ്റി ചെയർമാൻ ടോം കോട്ടൺ പറഞ്ഞത്. ആർട്ടിക്കിൾ 233, 234 പ്രകാരമുള്ള ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരമാണ് ഡെൽസി പ്രസിഡന്റ് സ്ഥാനത്തെത്തിയത്. പ്രസിഡന്റിന്റെ അഭാവത്തിൽ എക്സിക്യൂട്ടീവ് അധികാരം വൈസ് പ്രസിഡന്റിനായിരിക്കുമെന്നാണ് ഭരണഘടനാ വ്യവസ്ഥ. മഡുറോയെ US ബന്ദിയാക്കി കൊണ്ടുപോയതിന് മണിക്കൂറുകൾക്കുള്ളിൽ റോഡ്രിഗസ് വെനസ്വേലയുടെ ദേശീയ പ്രതിരോധ കൗൺസിലിന്റെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം US-മായി റോഡ്രിഗസ് ആശയവിനിമയം നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളുമുണ്ട്. മഡുറോ പിടിക്കപ്പെട്ടതിന് ശേഷം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവരുമായി റോഡ്രിഗസ് സംസാരിച്ചുവെന്നും വാഷിംഗ്ടണുമായി സഹകരിക്കാൻ തയ്യാറെന്നവർ തുറന്നു സമ്മതിച്ചെന്നും ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. എന്നാൽ മഡുറോയെ ബന്ദിയാക്കിയതിന് പിന്നാലെ റോഡ്രിഗസ് നടത്തിയ പ്രസ്താവനകളിൽ വിട്ടുവീഴ്ചയുമായി ബന്ധപ്പെട്ട സൂചനകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ലെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നിയമനിർമ്മാണം, വിദേശനയം, ആശയവിനിമയം, സാമ്പത്തികം തുടങ്ങിയ മേഖലകളിൽ 2 പതിറ്റാണ്ടിലേറെ ഡെൽസി റോഡ്രിഗസ് പ്രവർത്തിച്ചു വരുന്നുണ്ട്. 2018 ഡെൽസി റോഡ്രിഗസിനെ വെനസ്വേലയിലെ വൈസ് പ്രസിഡന്റായി നിയമിച്ചത്. വൈസ് പ്രസിഡന്റ് പദവിക്കൊപ്പം തന്നെ ധനകാര്യം, എണ്ണ വകുപ്പുകളുടെ മന്ത്രി കൂടിയാണ്. ഇത് രാജ്യത്തെ പ്രധാന വ്യക്തികളിൽ ഒരാളാക്കി മാറ്റി. സർക്കാരിനെതിരായ നീക്കങ്ങളെ പ്രതിരോധിച്ചിരുന്ന വ്യക്തി കൂടിയായ റോഡ്രിഗസിനെ കടുവ എന്നായിരുന്നു മഡുറോ വിശേഷിപ്പിച്ചിരുന്നത്. 1969 മെയ് 18 കാരക്കാസിലാണ് ഡെൽസി റോഡ്രിഗസിന്റെ ജനനം. 1970കളിൽ ലിഗ സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച ഗറില്ല പോരാളി ജോർജ് ആന്റോണിയോ റോഡ്രിഗസിന്റെ മകളാണ് ഡെൽന റോഡ്രിഗസ്. 2013 കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ മന്ത്രിയായിരുന്നു. 2014-17 കാലത്ത് വിദേശകാര്യമന്ത്രിയായിരുന്നു. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വേദികളിൽ വെനസ്വേലയെ പ്രതിനിധീകരിച്ചു. വിദേശ സർക്കാരുകൾ വെനസ്വേലയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടുന്നുവെന്ന് നിരന്തരം ആരോപിച്ചിരുന്നു. 2024 ഓഗസ്റ്റിലാണ് എണ്ണ മന്ത്രാലയം റോഡ്രിഗസിന് നൽകുന്നത്. വെനസ്വേലയുടെ എണ്ണ വ്യവസായത്തിന്മേൽ US ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ചുമതലയും ഡെൽസി റോഡ്രിഗസിനായിരുന്നു. വെനസ്വേലയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 1993 ബിരുദം നേടി. പഠനകാലത്ത് തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ സജീവമായിരുന്നു. തുടർ പഠനത്തിനായി പാരീസിലെത്തി. സമീപ വർഷങ്ങളിൽ ഇന്ത്യയുമായി ഇടപഴകുന്ന വെനസ്വേലിയൻ നേതാക്കളിൽ ഒരാളാണ് റോഡ്രിഗസ്. ഡൽഹിയുടെ പരിചിത നയതന്ത്ര പങ്കാളിയാണവർ. ഡെൽസി റോഡ്രിഗസ് അടുത്തിടെ നിരവധി ഉന്നതതല ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നു. ലാറ്റിൻ അമേരിക്കയിൽ ദീർഘകാലം ഇന്ത്യയുടെ നിർണായക ഊർജ്ജ ഭൗമരാഷ്ട്രീയ പങ്കാളിയായിരുന്ന ഒരു രാജ്യത്തിൻ്റെ പരമോന്നത പദവിയിൽ ഇപ്പോൾ അവർ എത്തി നിൽക്കുന്നു. ഇന്ത്യ എനർജി വീക്ക് ഉൾപ്പെടെയുള്ള ന്യൂഡൽഹിയിലെ പ്രധാന ഫോറങ്ങളിലേക്ക് വെനസ്വേലൻ പ്രതിനിധികളെ അവർ നയിച്ചു. ഊർജ്ജം, ഡിജിറ്റൽ, സാങ്കേതികവിദ്യ, വിദ്യാഭ്യാസം, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വികസിപ്പിക്കുന്നതിൽ അവർ പ്രവർത്തിച്ചു. പ്രത്യേകിച്ച് അവരുടെ നേതൃത്വത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ സംയുക്ത പ്രവർത്തനവും പ്രൊഫഷണലുകളുടെ പരിശീലനവും ഉൾപ്പെടെ ആരോഗ്യം, വിദ്യാഭ്യാസം, സാങ്കേതികവിദ്യ എന്നിവയിലെ കൈമാറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2025 ഫെബ്രുവരിയിൽ ഇന്ത്യയുമായി ഒരു ഡിജിറ്റൽ സഹകരണ കരാറിലും ഒപ്പുവെച്ചു. നേരത്തെ 2023 ഓഗസ്റ്റിൽ റോഡ്രിഗസ് 9ാമത് CAA ഇന്ത്യ LLC കോൺക്ലേവിൽ പങ്കെടുക്കാൻ ന്യൂഡൽഹിയിലേക്ക് ഒരു വെനസ്വേലിയൻ പ്രതിനിധി സംഘത്തെ നയിച്ചതും ഇവരാണ്. ഇന്ത്യയും വെനസ്വേലയും തമ്മിലുള്ള സാമ്പത്തിക വാണിജ്യ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് അവർ ഊന്നൽ നൽകി. വ്യാപാരം, ഊർജ്ജം, മരുന്നുകൾ, രാസവസ്തുക്കൾ, വിശാലമായ സഹകരണം എന്നിവയുൾപ്പെടെയുള്ള മേഖലകൾ ചർച്ചകളിൽ ഉൾപ്പെട്ടിരുന്നു. വിദേശകാര്യമന്ത്രി S ജയശങ്കറിനെ അവർ കണ്ടുമുട്ടി. ബിസിനസ് സഹകരണത്തിന്റെ പ്രാധാന്യവും ആഗോള വിഷയങ്ങളിൽ പങ്കിട്ട കാഴ്ചപ്പാടുകളും അവർ അടിവരയിട്ടു. 2024 ഒക്ടോബറിൽ അവർ വീണ്ടും ഇന്ത്യ സന്ദർശിച്ചു. സാമ്പത്തിക സഹകരണം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, യോഗ, ആയുർവേദത്തിന്റെ പ്രോത്സാഹനം തുടങ്ങിയ സാംസ്കാരിക വിനിമയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്നത്തെ വൈസ് പ്രസിഡന്റ് ജഗ്ദീപ് ധൻഖറുമായി അവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു.